മാധ്യമവേശികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പ്രത്യേകിച്ച് മറുനാടനെ പോലെയുള്ള യാതൊരു രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്താതെ എനിക്കെതിരെ ഇട്ട ഒരു വീഡിയോയുടെ പകുതി ഭാഗം മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ബാക്കി പകുതി ഭാഗം പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ എവിഡൻസ് വരണം. ഇയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ഞാൻ മറുപടി തരാം. താൻ പരിചയപ്പെടാനുണ്ടായ സാഹചര്യം ജാമിദ ടീച്ചർ പറയുന്നത് ഇങ്ങനെയാണ്. ക്ലബ് ഹൗസ് പരിപാടികളിലൂടെയാണ് ഇവരെ പരിചയപ്പെടുന്നത്. ഷഫീന ബീവിയും അന്ന് ഇസ്ലാമിനെ വിമർശിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇവർ വിഷമങ്ങൾ പറഞ്ഞ് 10,000 രൂപ കടം വാങ്ങി. അത് തിരികെ ചോദിച്ചിട്ട് തന്നില്ല. ഈ വൈരാഗ്യത്തിന്റെ പേരിൽ കഴിഞ്ഞ 2 വർഷമായി ഷഫീന ബീവി എനിക്കും കുടുംബത്തിനുമെതിരെ തുടർച്ചയായി മക്കളെ അടക്കം അശ്ലീല പരാമർശങ്ങൾ നിറഞ്ഞ എണ്ണമറ്റ വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു. എനിക്കെതിരെ രഹസ്യ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവാസി മലയാളികളെ കൂട്ടുപിടിച്ച് കലാപാഹ്വാനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു. 28/3/2025 കോട്ടയത്ത് നിന്ന് കാർ മാർഗം കോഴിക്കോട് വന്ന എന്റെ വീടിന്റെ ഫോട്ടോകളും ദൃശ്യങ്ങളും പകർത്തി 700-ലധികം ആളുകളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എന്നെ കൊല്ലാൻ ആഹ്വാനം ചെയ്തു. നിങ്ങൾ പൈസ തരൂ, പൈസ തന്നാലും ഇല്ലെങ്കിലും ഞാൻ. അപ്പോൾ ഇതിന്റെ ബാക്കി ആ പറഞ്ഞ സംഗതി, അത് 10,000 രൂപ ഇവർ എനിക്ക് തന്നു, അത് ഞാൻ തിരിച്ചു കൊടുത്തില്ല, പകരം ഇവരെയും മക്കളെയും ഞാൻ ഉപദ്രവിച്ചു എന്നാണ് ഈ സ്ത്രീ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ. അന്വേഷിക്കാതെ, എന്നോട് ചോദിക്കാതെ അവരത് കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്നതാണ് ഞാൻ ഈ സ്ത്രീക്ക് പണം തിരിച്ചു കൊടുത്തതിൻ്റെ രേഖ. ഞാൻ ബാങ്കിൽ പോയി അതിനെടുത്ത്, അതായത് 2022 നവംബർ 23 ഞാൻ ആ സ്ത്രീക്ക് 10,000 രൂപ ഇട്ടുകൊടുത്തതിൻ്റെ രേഖയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നിങ്ങൾ പറയുക, ഇവർ ചെയ്തത് ശരിയാണോ? എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയോ എൻ്റെ ഭാഗത്തുള്ള എന്താണ് ഞാൻ പറയാനുള്ളതെന്ന് കേൾക്കുകയോ പോലും ചെയ്യാതെ ഇത്തരത്തിൽ നുണപ്രചരണം നടത്തുന്ന ജാമിദ എന്ന് പറയുന്ന ഈ അഭിസാരികയ്ക്ക് സപ്പോർട്ട് നിൽക്കുന്ന മറുനാടനെ പോലുള്ള സംഗീത ചാനലുകൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള തെളിവാണ് ഞാൻ വെച്ചത്. ഇതേപോലെ തന്നെ 65 ദിവസം ഞാൻ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. തെളിവുണ്ടോ? ഞാൻ നാട്ടിലേക്ക് വരുന്ന ദിവസവും അതിനു മുമ്പുള്ള, അതായത് എന്നത്തേക്ക് എൻ്റെ ടിക്കറ്റോ അതിനു മുമ്പുള്ള 65 ദിവസത്തെ ലൈവ് വീഡിയോകളും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഷെഫീന ബീവി എന്ന ഫേസ്ബുക്ക് പേജിൽ അവൈലബിൾ ആണ്. ലൈവ് സെക്ഷനിൽ നോക്കിയാൽ അന്നേ ദിവസവും അതിനു മുൻപുള്ള 65 ദിവസമോ 70 ദിവസമോ ഒക്കെ ഡെയിലി ലൈവിൽ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഞാൻ ജയിലിൽ കിടന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. ഇത്രയധികം രീതിയിൽ വ്യക്തി അധിക്ഷേപവും കുഞ്ഞുങ്ങളെ പോലും ചേർത്ത് എന്നെ പറഞ്ഞ ഈ സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് ഇവർ സംസാരിക്കണം. എൻ്റെ കുട്ടികളെ പറഞ്ഞത് കേൾക്കണ്ടേ? എൻ്റെ മൂത്ത മകനുമായി ഞാൻ ലിപ്പ് ലോക്ക് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അത്രത്തിൽ മാതൃത്വത്തിന് തന്നെ അശ്ലീലമാണ് ഞാനെന്നാ പറയുന്നത്. സ്വന്തം മകനുമായി കിടക്ക പങ്കിടുന്ന ജാമിദ ടീച്ചറിനെ പോലുള്ളവർക്ക് മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നും. അവർ അങ്ങനെ ചെയ്യുന്നോണ്ടാണല്ലോ ഒരു കുഞ്ഞിന് അമ്മയ്ക്ക് വന്ന് ഉമ്മ കൊടുക്കുന്നത് ഉടനെ ഇതാണ്, അത് ലിപ്പ് ലോക്കാണ് എന്ന് ചിന്തിക്കുന്നത്. സ്വന്തം ജീവിതത്തിൽ അതുള്ളത് കൊണ്ടായിരിക്കത്തില്ലേ? ഈ സ്ത്രീ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം എടുത്തു വെച്ച് പറഞ്ഞ ഈ മറുനാടന്റെ പൂർവ്വചരിത്രവും മറ്റ് ചരിത്രങ്ങളും തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. എന്തിന് മറുനാടൻ UK നിന്ന് നാട്ടിലേക്ക് വന്നു, എന്തായിരുന്നു അവന്റെ ബിസിനസ്, അവിടെ അവന്റെ പെണ്ണുമ്പുളയ്ക്ക് എന്തായിരുന്നു ബിസിനസ് എന്നുള്ളത് ഏറ്റവും കാര്യങ്ങൾ പബ്ലിക്കിൽ കൊണ്ടുവന്നിടുന്നത് ഞാൻ തന്നെയായിരിക്കും. അതൊരു തുടക്കമാവട്ടെ. ഈ പറഞ്ഞ ഇത് എഴുതിയ റിജു കാലിക്കട്ട് എന്ന് പറയുന്നവൻ ഒരു പെൺകുട്ടിയെ, ഞാനിപ്പോഴും ആ സ്ത്രീയുടെ പേര് പറയാത്തവരൊരു ഇരയായതുകൊണ്ടാണ്, അവരോട് ഞാൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ സംസാരിക്കുന്ന വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അവർ വ്യക്തമായി പറയുന്നുണ്ട്, ഇവൻ കളി ചോദിച്ചു എന്ന്. റിജു കാലിക്കട്ട് എന്ന് പറയുന്ന ഇവൻ കളി ചോദിച്ചതിനെതിരെ അവർ ശക്തമായി പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഞാനത് ക്യാപ്ചർ ചെയ്ത് എൻ്റെ കയ്യിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു. അവസരം വരുമ്പോൾ ഉപയോഗിക്കാൻ തന്നെയാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് പബ്ലിക് ചെയ്യുകയും ചെയ്തു. അതിന്റെ ദേഷ്യത്തിൽ ഇവൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഈവന്മാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ആക്രമിക്കുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ അവരുടെ നാട്ടിൽ പോയെന്ന്. ഇവളല്ലേ വാടി 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 എന്ന് എന്നെ വിളിച്ചത്? ആണോ അല്ലയോ? വന്നാൽ ചവിട്ടി കീറും, വലിച്ചു കീറും, വെട്ടി കൊല്ലും. ഇതൊക്കെ പറഞ്ഞത് ആരായിരുന്നു? പറയുന്നുണ്ട്, എടീ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ എന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പായിരിക്കുമ്പടി നിന്റെ മുഖത്ത് മറുപടി പറയാ. ഒരൊറ്റ ചവിട്ടിന് ഞാൻ നിന്റെ നെഞ്ചും കൂടി തകർക്കും. നിന്നെ എന്റെ കയ്യിൽ കിട്ടും. നിനക്കറിയില്ല, ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതിന് ശേഷമാണ് ഞാൻ നിനക്കെതിരെ പ്രതികരിക്കാൻ ഇറങ്ങിയത്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടതിന് ശേഷം ഒരു കഞ്ചാവിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നീ എന്റെ വാപ്പ കഞ്ചാവാണെന്ന് പറഞ്ഞു, നീ കഞ്ചാവ് കേസിൽ അകത്താകാതെ നോക്കിക്കോ. അതിന് വേണ്ടുന്ന തെളിവുകളും എന്റെ കയ്യിലുണ്ട്. ഞാൻ പഠിച്ചത് ഇവിടെയാണ്. പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? അന്വേഷിച്ചപ്പോ എന്താ നോക്കുന്നേ? ഇവളുടെ എക്സ് ഹസ്ബൻഡ് ഇവളുടെ മകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് കേസ് കൊടുത്തോ? ഇല്ല. ഇവളാണോ നവോത്ഥാന നായിക? ഇവളാണോ ഇസ്ലാമിനെ നന്നാക്കാൻ വന്ന നായിക? ഈ സ്ത്രീ പറയുന്നത് A to Z കളവാണെന്ന് തെളിയിക്കാനുള്ള രേഖകളാണ് ഞാൻ പുറത്തുവിട്ടത്.
ഒരു സമൂഹത്തിനെ അപരവൽക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന സ്പർദ്ധതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പൊതുസമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അശ്ലീലമാണ് ഈ സ്ത്രീ, നാറിയാണ് ഈ സ്ത്രീ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മുഴുക്ക നുണയാണ്, പച്ച നുണയാണ്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞതാണ് ഞാൻ 10,000 രൂപ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന്. നിങ്ങൾ കാണുക, ഞാൻ മിണ്ടാതിരുന്ന എന്തുകൊണ്ടെന്നറിയാമോ? 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്ത പൈസയുടെ റെക്കോർഡ് എന്റെ കയ്യിലില്ല എന്നുള്ള ധൈര്യത്തിലാണ് അത് അവൾ സംസാരിച്ചത്. എന്തുകൊണ്ടെന്നറിയാമോ? എന്റെ ഫോണ് പോലീസിനെ കൊണ്ട് അവൾ എടുപ്പിച്ചിരുന്നു. ഈ വിഷയത്തിലല്ല, ഞാൻ എപ്പോ ഇസ്ലാമിയർക്ക് സപ്പോർട്ട് പറയാൻ തുടങ്ങിയോ ആ സമയങ്ങളിൽ നിസ്സാര കേസുകൾ കൊണ്ടുകൊടുത്ത് ഞാൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഫോണ് പോലീസ് എടുത്തുകൊണ്ടുപോയി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ. അതിനുശേഷം ഞാൻ പോലീസിനെതിരെ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, എന്നെ ശല്യം ചെയ്യുന്നു പോലീസ് അട്രോസിറ്റി എന്ന്. അതോടെയാണ് അവർ വീട്ടിൽ വരവ് നിർത്തിയത്. മറ്റൊരു ഡെയിലി ഇവിടെ ചായ കുടിക്കാൻ വരും പോലീസുകാർ, ഡെയിലി എന്റെ വീട്ടിൽ നിന്നാ ചായ കുടിക്കുന്ന ഏറ്റുമാനൂർ പോലീസ്. എന്റെ 6ഓളം ഡിവൈസ് അവർ എടുത്തോണ്ട് പോയി. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിവൈസ് ലാസ്റ്റ് മിനിറ്റിൽ ആ പറയുന്ന CI വന്ന് മേനക്കെട്ട് നിന്ന് എന്റെ ഇത് പീഡിച്ച് വാങ്ങിച്ച് 6 മണിക്ക് ശേഷം എന്റെ വീട്ടിൽ അതിക്രമിച്ചു കിടന്ന് എന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ പോലീസ്. അപ്പൊ നിങ്ങൾ തന്നെ മനസ്സിലാക്കൂ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ഈ സ്ത്രീ ഈ സമൂഹത്തിൽ സ്പർദ്ധത ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു വൃത്തികെട്ട ജന്മമാണ്. ഈ സ്ത്രീക്കെതിരെ നിർബാധം കേസ് കൊടുക്കുകയും ഇസ്ലാം മതസമൂഹം എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള മനുഷ്യർ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. ഈ നാട്ടിലുള്ള സമാധാനപരമായ ജീവിതം നശിപ്പിക്കാനും ഇവിടെയുള്ളവർ പരസ്പരം വെട്ടിയും കുത്തിയും ഇല്ലാതാകാനും വേണ്ടിയിട്ടുള്ള ശുദ്ധ അസംബന്ധങ്ങൾ പടച്ചുവിടുന്ന ഇവളും ആരിഫ് ഹുസൈന്റെയും യഥാർത്ഥ മുഖമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അതിനകത്ത് ഞാൻ എടുത്ത എഫർട്ട് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ദയവ് ചെയ്ത് എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുക. പിന്നെ പണം ക്രൗഡ് ഫണ്ടിങ് എന്ന് നിങ്ങൾ എത്ര അയച്ചു എന്ന് നിങ്ങൾക്കറിയാം, വാങ്ങിയ എനിക്കറിയാം എനിക്ക് എത്ര കിട്ടിയെന്ന്. ഇന്നലെയും എനിക്കൊരു സഹോദരൻ അയച്ചിരുന്നു, ഞാനത് മടക്കി ഇട്ടുകൊടുത്തു. അതിന്റെ സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അദ്ദേഹം സ്നേഹത്തോടെ എനിക്ക് തന്ന പൈസ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചിട്ട് കൊടുത്തു. കാരണം അത്രയും ഗതികേടിൽ 150 രൂപ എനിക്ക് അയക്കാൻ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ, വെറുമൊരു റിക്ഷ ഡ്രൈവറായ അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യണമെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ സപ്പോർട്ട്. ഒരു കലാബാഹ്വനമില്ല. എന്റെ ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം, എന്റെ വാട്സപ്പ് കൂട്ടായ്മ ആർക്കും ജോയിൻ ചെയ്യാം. എന്റെ മിക്കവാറും ലൈവുകളിലും വീഡിയോയുടെ ഒക്കെ ഫസ്റ്റ് കമന്റിൽ ഞാൻ എന്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കോപ്പി ചെയ്ത് വെക്കുന്നത് അതിനകത്തേക്ക് ആളുകൾക്ക് കയറാമെന്നുള്ളത് കൊണ്ടാണ്. അതൊരു രഹസ്യ ഗ്രൂപ്പല്ല. രഹസ്യ ഗ്രൂപ്പിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ ഇവക്ക് എങ്ങനെ ഇൻഫർമേഷൻ പോകും? ഒരു വിവരവും ഇല്ലാതെ, ഒരു രീതിയിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ ഞാൻ എന്ന വ്യക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാരവനിതയാണെന്ന് പറയുന്നു. ആ സാധനം കൊണ്ടുപോയി പിന്നെ ജനം TVയിൽ ഇരുന്നു കൊണ്ട് ഛർദ്ദിക്കുന്നു. നമ്പ്യാരെന്ന് പറയണ തേർഡ് റേറ്റ് ക്രിമിനൽ അതെടുത്ത് വെച്ചിട്ട് വാർത്ത ചെയ്യുന്നു. ഈ വാർത്തകൾ പബ്ലിക്കിൽ കിടന്ന് ഇങ്ങനെ കയറുകയാണ്. അവസാനം മീഡിയ കൊണ്ട് വേണ്ടി വന്നു. അങ്ങനെയല്ല, എന്നോട് അവർ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടോ? ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു, എന്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, എന്റെ ലൈവുകളുടെ ഡീറ്റെയിൽ കൊടുത്തു, ഞാൻ പരാതി കൊടുത്തതിന്റെ ഡീറ്റെയിൽ കൊടുത്തതിൽ അനുവദിച്ച് മീഡിയ എനിക്ക് വേണ്ടി വാർത്ത ചെയ്തതോടെ മുട്ടുമടക്കി. മൗനം ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൊതുസമൂഹത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സപ്പോർട്ട് നിങ്ങൾ കമന്റ് ഇട്ടിട്ട് കാര്യമില്ല. വസ്തുനിഷ്ഠമായി കൃത്യമായ അന്വേഷണത്തിൽ ഞാൻ തെളിയിച്ച കാര്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഈ സ്ത്രീക്ക് ഒരു ഡിഗ്രി ഇല്ല, ഈ സ്ത്രീ പഠിപ്പിച്ചിട്ടില്ല, ഈ സ്ത്രീ വെറും ഒരു മദ്രസയിലെ കുട്ടികൾക്ക് അലിഫ് ബാത്ത എന്ന അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു സ്ത്രീയാണെന്ന് അതേ പറയുന്ന സലഫി സെന്ററിൽ നിന്നുള്ള ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ഇവര് സലഫി സെന്ററുകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് പല വീടുകളിൽ നിന്നും പണം വാങ്ങി പറ്റിച്ച ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ കയ്യിലേക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടതായി ഒരുപാട് പേര് വാക്കുമൂലം തന്നിട്ടുണ്ട്. അവരുടെയൊക്കെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. അത് പോലീസ് ചോദിച്ചാലോ ആര് ചോദിച്ചാലോ ഞാൻ വാട്സപ്പ് ത്രൂ തരുന്നതായിരിക്കും. എനിക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്ത് വിടാൻ പറ്റില്ല, കാരണം അതൊരു നെറികേടാണ്. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരറിയാതെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അതെന്റെ സേഫ്റ്റിക്ക് ഞാൻ കീപ്പ് ചെയ്യുന്നു എന്നതിനപ്പുറം ഞാൻ പുറത്തു വിടത്തില്ല. അപ്പോൾ അതെന്റെ കയ്യിലുണ്ട്, തെളിവില്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല. ഇവളുടെ എക്സ് ഹസ്ബൻഡ് കഞ്ചാവാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വന്ന് പ്രാണവേദനയിൽ പറഞ്ഞത് എന്താണ്? ഇവൾ എന്റെ മക്കളെ എടുത്തുകൊണ്ടുപോയി, ഇവൾ പിഴച്ചവളാണ്, ഒരുത്തന്റെ ഒപ്പം ഇറങ്ങിപ്പോയവളാണ് ഇവള്, എന്റെ കൺമുന്നിൽ എന്റെ മക്കളെയും എടുത്തുകൊണ്ടുപോയി എന്നെ കടക്കാരിയാക്കി നിലത്തേക്ക് ഇട്ടിട്ട് പോയവളാണ് ഇവൾ എന്ന് പറഞ്ഞു. അവൾക്കായി പൈസ കൊടുക്കാനുള്ള ആ സ്ത്രീ മരണപ്പെട്ടു പോയിട്ടും ആ സ്ത്രീയെ പരിചയപ്പെടുത്തി ഇവളുടെ വലം കൈയായ മറ്റൊരുത്തൻ അത് കൃത്യമായി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. അവന്റെ പേരുൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. A-to-Z കളവുകൾ മാത്രം പറയുന്ന ഒരു കള്ളിയാണ് ഇവള്. ഇവക്ക് സിമിയുമായിട്ടുള്ള ബന്ധം ഞാൻ കൃത്യമായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇവൾ സത്യം പറഞ്ഞാൽ ഇവരെയും പറ്റിക്കുന്നു, അവരെയും പറ്റിക്കുന്നു, സംഘികളെയും പറ്റിക്കുന്നു, ഇവരെയും പറ്റിക്കുന്ന ക്രിസംഗി ഏജന്റാണ് ഈ സ്ത്രീ. ക്രിസംഗികൾക്കൊപ്പം നിന്നുകൊണ്ട് സംഘികളെയും കൊല്ലുകയും ഈ മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് ചോര കുടിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം. മുസ്ലിം പെണ്ണുങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്നവളാണെന്നും ഇവൾ മഹല്ല് കമ്മിറ്റിയിൽ പണം അടയ്ക്കുന്നുണ്ടെന്നും പറഞ്ഞു എന്നോട്, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു. ആ സാധനം അത് കറക്റ്റ് ആണോ അല്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോഴിക്കോട് പോയത്. മഹല്ല് കമ്മിറ്റി സന്ദർശിക്കാനാണ് ഞാൻ പോയത്. ഞാൻ ചെന്നിറങ്ങിയ ഉടനെ പോലീസിൽ കൊണ്ട് പരാതി കൊടുക്കുകയാണ് ഞാൻ അവളെ കൊല്ലാൻ വന്നെന്ന്.
അതിനു മുമ്പേ രണ്ടുപേരും അവളും അവളുടെ വെപ്പാട്ടനും കൂടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, നിന്നെ വലിച്ചു കീറും, നിന്നെ വെട്ടിക്കൊല്ലും, നിന്നെ ചവിട്ടിക്കൊല്ലും, നിന്റെ നാക്ക് പിഴുതെടുക്കും, നിന്നെ കഞ്ചാവ് കേസിൽ അകത്താക്കും, നിന്നെ അത് ചെയ്യും ഇതൊക്കെ അവർ പറഞ്ഞിട്ട് എനിക്കെതിരെ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു കോടതി എക്സ്പാർട്ടി വിധി അതിന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വേറെ കേസിന് പോകും. കാരണം അന്വേഷിക്കണം, രണ്ട് ഭാഗവും കേൾക്കണം. ഒരു ഭാഗം കെട്ടി വിധിക്കാനുള്ള സാധനമല്ല ഇത്. എവിടെയും ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ഇവരുടെ കള്ളക്കളികൾ പുറത്തേക്ക് വിടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. എന്റെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഉണ്ട്. എവിഡൻസ് വെച്ച് മാത്രം സംസാരിക്കുന്നവളാണ് ഷെഫീന. എവിഡൻസ് ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. 2 ദിവസത്തെ എന്റെ മൗനം എനിക്ക് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ കോഴിക്കോട് നിന്ന് പാലായനം ചെയ്ത് ഇവിടെ വന്ന് എന്റെ കല്ലമ്പല ഇതില്ലാത്തവർ ഞാൻ ഇത് എടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത്. എത്ര എഫർട്ട് എന്നല്ല, വയ്യാത്ത സുഖമില്ലാത്ത ഒരു സ്ത്രീയാണ് ഞാൻ. എത്ര ദൂരെ യാത്ര ചെയ്യേണ്ടി വന്നു എന്ന് ഓർത്ത് നോക്കൂ. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത വേണ്ടേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ഒന്നാമത്തെ ഞാൻ ഇസ്ലാമിയരോടാണ് ഞാനിത് പറയുന്നത്, സംഘികളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചതിക്കപ്പെടുകയാണ്. ഈ സ്ത്രീ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇവർ പറയുന്ന ഒരു കാര്യവും സത്യമല്ല. ഇവരുടെ കൂടെ ഇരിക്കുന്ന ഗഫൂർ എന്ന് പറയുന്നവന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആ സ്ത്രീ ഉണ്ട് തൃശ്ശൂര്. ഞാൻ അവരെ പോയി കണ്ടിരുന്നു. അവരുടെ അയൽപക്കത്ത് നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പബ്ലിഷ് ചെയ്തു. ഇവർ കള്ളിയാണ്. സ്വന്തം ജീവിതത്തിൽ പോലും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് എന്ന് പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കുന്ന ഈ സ്ത്രീ എന്നെങ്കിലും സത്യം പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവർക്കെതിരെ വീഡിയോ ചെയ്യരുതെന്ന് എന്നെ ഹൈക്കോടതി വിലക്കിയെന്ന് പറഞ്ഞു. 29-ാം തീയതി ഇവർ കൊടുത്ത ആപ്ലിക്കേഷൻ എടുക്കാൻ ഹൈക്കോടതി ഓണല്ലേ? ഹൈക്കോടതി ഇല്ല. ശനിയും ഞായറും ഹൈക്കോടതി വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാത്ത ഹൈക്കോടതിയിൽ നിന്ന് എനിക്കെതിരെ വിധി സമ്പാദിച്ചു എന്ന് ആദ്യം പബ്ലിഷ് ചെയ്യുന്നു. ഏത് ഹൈക്കോടതി ആടിയെന്ന് എന്റെ തിരിച്ചുള്ള കമന്റ് കേൾക്കുമ്പോൾ ഉടനെ അത് മുനിസിപ്പൽ കോടതിയാക്കുന്നു. ശരി, മുനിസിപ്പൽ കോടതിയിലെ വിധി കാണിക്കാൻ പറഞ്ഞു. മറുനാടൻ മലയാളിയെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൻ തപ്പപ്പപ്പ അടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ യാതൊരു രീതിയിലുള്ള എവിഡൻസ് കയ്യിലില്ലാതെ ഒരു വ്യക്തിയെ അടിച്ചാക്ഷേപിച്ച് കൊന്നുകളയാൻ ആഹ്വാനം ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും എന്റെ വണ്ടി നമ്പർ ഉൾപ്പെടെ സംഘികൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്ത ഈ സ്ത്രീ വാസ്തവത്തിൽ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? സംഘികൾക്ക് വൈരാഗ്യം വന്ന് എന്റെ വണ്ടിക്ക് കേടുപാട് വരുത്തുകയും എന്നെ കൊല്ലുകയും ചാൻസ് ഉണ്ട്. സ്വാഭാവികമായും ഇപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾ ഇളകും. ഞാൻ അവരുടെ പ്രതിനിധിയാണെന്ന് വിശ്വസിക്കുകയാണ് അവര്. കാരണം അവർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഇവർക്കെതിരെ തിരിയും. ഇവിടെ ഒരു കലാപം ഉണ്ടാകാൻ ഞാൻ എന്ന വ്യക്തി ധാരാളമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എനിക്ക് മരണം സംഭവിച്ചാൽ അതൊരു നോർമൽ ഡെത്ത് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഒരാളെയും എടുക്കണ്ട, നിങ്ങൾ ഒരാളെയും വേണ്ട. ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഫിജോ ജോസഫ് എന്ന് പറയുന്ന ഇവിടുത്തെ ആ സ്ത്രീയും ഈ പറയുന്ന ജാമിദയുമാണ് അതിന്റെ പിന്നിലെ ആൾക്കാർ. വേറെ ഒരു മനുഷ്യരെയും ക്രൂശിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ഇവരാണ് അതിന്റെ പിന്നിൽ. ഈ 2 വെടക്ക് സ്ത്രീകളാണ്. ഈ 2 വെടക്ക് സ്ത്രീകൾക്കെതിരെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. 4 വർഷമായി എന്റെ പോരാട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ സ്ത്രീ എനിക്ക് പണം ഇട്ട് തന്നിട്ട് സംഘപരിവാറിന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞു. അലി എന്ന് പറയുന്ന നാറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സംഘപരിവാറിന് വേണ്ടി സംസാരിക്കാൻ. ഗുജറാത്ത് കലാപത്തിൽ നടന്നത് മറന്നു കളയാൻ പറഞ്ഞു. ഇന്ന് അതിനുള്ള അവസരമാണ്. ഗുജറാത്ത് കലാപത്തിൽ നടന്നത് എന്താണെന്ന് ആ സിനിമയിലുണ്ട്, പോയി നോക്കൂ. മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യർക്ക്, അത് ഏവനോ ആകട്ടെ, നെഞ്ച് നീറിയല്ലാതെ ആ സീന് കാണാനൊക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വൃത്തികെട്ട സംഭവം മറക്കാനാണ് ഈ 2 വേഷജന്മങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തന്ന പണം തിരികെ വേണമെന്ന് പറഞ്ഞു. പണം തന്നിരുന്നു. എന്തിന്? എന്റെ മകന് ബഹ്റിനിൽ വിസയ്ക്ക് പോകണമെങ്കിൽ 75,000 രൂപ ബാങ്കിൽ കാണിക്കണം. എന്റെ കയ്യിൽ 55,000 രൂപയേ ഉള്ളൂ, ബാക്കി പൈസ ഇല്ല. എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിലാണ് അവൾ എനിക്ക് ആ പൈസ ഇട്ടുന്നത്. ആ പണം ഞാൻ പൈസ വിടാതെ തിരിച്ചിട്ട് കൊടുത്ത രേഖയാണ് നിങ്ങൾ കണ്ടത്. എന്നിട്ടോ അവൾ പറഞ്ഞു ആ പണം തന്നവൾ എന്നെ സഹായിച്ചു. എനിക്ക് നാട്ടുകാരെ വലിപ്പിച്ച് ഊമ്പിച്ചും ജീവിക്കേണ്ട ആവശ്യമില്ല. 1 ഏക്കർ പറമ്പുണ്ട് എനിക്ക്. എന്റെ വീട്ടിൽ എന്റെ ഉമ്മച്ചിയുടെ ഉപ്പ അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് കൊടുത്ത വസ്തുവകകളാണ് അവിടെ കിടക്കുന്ന പറകുന്നില് എന്റെ നാട്ടില്. അങ്ങനെയുള്ള ഞാൻ ഇവളെ കാലി പിടിക്കാൻ പോയി എന്ന് പറയുന്നത് തന്നെ നാണക്കേടാണ്. എനിക്ക് അതിന്റെ ഷെയിംഫുൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷേ ഞാൻ പണം തിരിച്ചു കൊടുത്തതിന്റെ രേഖ ഞാൻ ഇവിടെ വെക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ സ്ത്രീ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവളും ആ ഡയപ്പർ ഗഫൂറും ഇരുന്നു കൊണ്ട് പറയുന്നു ഞാൻ പണം തിരിച്ചു കൊടുത്തില്ല എന്ന്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഇത് അവൾ കണ്ടില്ലേ? ഇത് അവളുടെ ബാങ്ക് അഡ്രസ് അല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണ വിവരം കൃത്യമായി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കും. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് ഫിജോയാണ്. സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നത് ജാമിദയാണ്. ഷെഫീനക്ക പരിപാടിയില്ല. ഷെഫീൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിയാൽ ജാമിദയുടെ അടുത്തോ ഫിജോയുടെ അടുത്തല്ലോ പോകേണ്ടത്. ഷെഫീനയുടെ അടുത്ത് വരിക, പോലീസ് സ്റ്റേഷനിൽ പോവുക. അതെന്താ ചെയ്യാത്തെ? 10,000 രൂപ ചെറിയ എമൗണ്ട് അല്ലോ. ഇവക്ക് എന്തുകൊണ്ട് സ്റ്റേഷനിൽ പോകാൻ പറ്റിയില്ല? ഇത്രയും വലിയ റിഫോർമേഷൻ പറയുന്ന ഇവക്ക് 10,000 രൂപയ്ക്ക് എനിക്കെതിരെ കേസിന് പോകാൻ പറ്റില്ലേ? പറ്റും. ചെയ്തില്ല. എന്തുകൊണ്ട്? കാശ് വാങ്ങി പോക്കറ്റിൽ വെച്ചു. ഇനി ഞാൻ എന്റെ ചാനലിൽ ഇട്ടിരുന്ന വീഡിയോ എടുത്തു കൊണ്ടുപോയി 300-400K അവൾക്ക് വ്യൂ കിട്ടിയിട്ടുണ്ട്. അതിൽ വന്ന റവന്യൂ എവിടെ? ആ പൈസ എവിടെ? എന്റെ പണം വാങ്ങി നക്കി അവളുടെ മക്കൾക്ക് ചാപ്പാട് കൊടുത്തിട്ട് എന്റെ പൈസ വാങ്ങി തിന്ന ഫിജോയുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് ആരോപിക്കുമ്പോൾ ഈ സ്ത്രീയെ നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയുന്നത് തന്നെയാണ്. നിങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത്. റിപ്പോർട്ട് അടിക്കുക.
അവളുടെ ചാനലിനെ മാക്സിമം റിപ്പോർട്ട് അടിക്കുക. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയണം അതൊന്നു മാത്രമാണ്. എന്റെ ലൈഫ് റിസ്കിലാക്കി ഞാൻ കോഴിക്കോട് വരെ പോയി. കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്ത പരാതി എടുത്തില്ല. ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് ഡീറ്റെയിൽ എടുത്തു. ഞാനിവിടെ SP കയറി കണ്ടു, കോട്ടയത്ത് കളക്ടറെ കയറി കണ്ടു, തിരുവനന്തപുരത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിരുന്നു, വനിതാ കമ്മീഷനിൽ പോയിരുന്നു. എല്ലാ റെസിപ്റ്റുകളും എന്റെ കയ്യിൽ ഭദ്രം. കേസിന്റെ പ്രോസസ്സിലാണുള്ളത്. എനിക്കെതിരെ വീഡിയോ ചെയ്ത എല്ലാവന്മാർക്കും ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, കൊണ്ടുവന്ന് വെക്കേണ്ടി വരും. കാരണം നുണപ്രചരണമാണ് മറുനാടൻ നടത്തിയിട്ടുള്ളത്. പക്കാ നുണപ്രചരണം. ഒരു കാര്യം പോലും സത്യമില്ല. എവിടെ റിപ്പോർട്ട്? എന്താണ് എനിക്ക് തന്ന കോടതി റിപ്പോർട്ട്? കാണിക്കേ, ഞാൻ കാണട്ടെ. 10,000 രൂപ ഞാൻ വാങ്ങിച്ചു, തിരിച്ചു കൊടുത്തില്ല എന്ന് ഇവർ കണ്ണുമടച്ച് പറയുന്നു. കാണിക്കേ. തെറിത്താത്ത എനിക്ക് പേരുണ്ടെങ്കിൽ അത് കാണിക്കടാ. എന്റെ പേര് ഷെഫീന ബീവി എന്നാണ്. തെറിത്താത്ത എന്ന് മറുനാടിന്റെ തള്ളയാണ് വിളിക്കേണ്ടത്, എന്നെയല്ല. തെണ്ടി നടക്കുന്ന, വിസ തട്ടിപ്പ് നടത്തുന്ന, മോഷണം നടത്തുന്ന, ആളുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മറുനാടൻ ഷാജിന്റെ തള്ളയാണ് ചാകേണ്ടതും ഇതുപോലുള്ള അവസ്ഥകേടിലുള്ളതും. ഷെഫീനയുടെ ഉമ്മാക്ക് ആ ഗതികേടില്ല, മനസ്സിലായോ? അലാന്തസുള്ള കുടുംബത്തിൽ പറഞ്ഞ നല്ല വന്തയ്ക്ക് പറഞ്ഞവളാണ് ഞാൻ. അല്ലാതെ ഇവനെയൊക്കെ പോലെ നാട്ടിൽ 16ഉം 17ഉം പേര് കയറി ഉണ്ടായതല്ല ഷെഫീന എന്ന വ്യക്തി. വ്യക്തമായി ഞാൻ പറയുന്ന കാര്യം. ഈ വിഷയവുമായി ഞാൻ മുൻപോട്ട് തന്നെയാണ്. എക്സ് മുസ്ലിമിൽ ആദ്യത്തെ ഇരയായിരുന്നു എനിക്ക് ഇവള്. ഇനിയുള്ള ഓരോ എക്സ് മുസ്ലിമും നിങ്ങളുടെ ഒരു കുതന്ത്രവും എന്റെ അടുത്ത് ഫലിക്കത്തില്ല. നിർത്തിക്കോ. ഇസ്ലാമിനെ എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് നിർത്തിക്കോ. വിമർശനം അക്സെപ്റ്റബിൾ. പോക്രിത്തരവും കളവും പ്രചരിപ്പിച്ചാൽ ഞാൻ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം സമൂഹത്തിന് കൊണ്ടുവന്ന് കാണിക്കുമെന്നാണ് പറഞ്ഞത്. അല്ല നിങ്ങളെ കൊല്ലും തീർക്കുമെന്നല്ല. നിങ്ങളുടെ കള്ളത്തരം ഞാൻ പുറം ലോകത്തിന് കൊണ്ടുവന്ന് തരും. വ്യഭിചരിക്കണോ? വ്യഭിചരിച്ചോ. തുണി പറിച്ചിറങ്ങി കണ്ടവന്മാരോടുകൂടി രാത്രി മുഴുക്ക അഴിഞ്ഞാടി താമസിക്കണമോ? താമസിച്ചോ. അതൊക്കെ നിങ്ങൾ ചെയ്തോ. അതിന് മതത്തിനെ പറ്റം കുറ്റം പറയണ്ട. നിനക്കങ്ങനെ ജീവിക്കാൻ നിന്റെ കുടുംബത്തിൽ ആ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബത്തിനെ തെറി പറഞ്ഞ് ഇറക്കി പോവുക. മതത്തിനെ തെറി പറയരുത്. മതം നിങ്ങളെടുത്തത് പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. സുന്നത്ത് ഫർള് എന്ന് വിഭജനപ്പെടുത്തി കൃത്യമായ ചര്യകളുള്ള ഒരു മതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവർ അവിടെ ജീവിച്ചാൽ മതി. അവിടെ ലവ് ജിഹാദുമില്ല, ഒരു പിണ്ണാക്കുമില്ല, അവിടെ ആള് വേണ്ട. ഉള്ളവർ മര്യാദയ്ക്ക് അല്ലെങ്കിൽ പിരിത്തുവിടുന്ന മതമാണ് ഇസ്ലാം മതം. അല്ലാതെ അവിടെ ആളെ ചേർക്കുന്ന പരിപാടി ഇസ്ലാമിനില്ല. അതൊക്കെ ക്രിസംഗികളുടെ പരിപാടിയാണ്. തങ്ങളുടെ ക്രിസ്തു മതത്തിലേക്ക് ആളെ ചേർക്കുന്ന ഒരു വൃത്തികേടിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിയരെ ലവ് ജിഹാദ് എന്ന പേരിൽ ഒറ്റപ്പെടുത്താൻ ആക്രോശം നടത്തുന്ന വൃത്തികെട്ട സംഗതിയാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ചത്. ഞാൻ നിങ്ങളുടെ അടുത്ത് 3 സ്റ്റേറ്റിന്റെ പേര് പറഞ്ഞു. ഭയപ്പെടേണ്ടത് ആരെയാണ്? ഇസ്ലാമിയരെയാണോ ക്രിസ്ത്യൻസിനെയാണോ? നാഗാലാൻഡ്, സിക്കിം, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ പോയി നോക്കുക. 99% ക്രിസ്ത്യൻസ് ആയിരിക്കുന്നു. ഭയപ്പെടേണ്ടത് ഇസ്ലാമിയരെയാണോ ക്രിസ്ത്യൻസിനെയാണോ എന്ന് അവിടെയുണ്ട്. ഇവിടെ മതമൈത്രിയാണ്. നമ്മുടെ നാട്ടിൽ സ്വസ്ഥമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. എന്റെ അനന്തരാവകാശികൾ സ്വസ്ഥമായി ജീവിക്കണം. എന്റെ ആവശ്യം അതാണ്. അതിനെ ഇത്തരത്തിലുള്ള മ്ലേച്ഛതരങ്ങൾ പറയുന്നതിനെ ഇട കൊടുക്കുന്ന ഈ വൃത്തികെട്ട രീതി ഇവിടെ നിർത്തലാക്കണം. യുക്തിവാദികൾക്ക് വിമർശിക്കാൻ ഇതുണ്ട്. വിമർശനം നല്ലതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം നല്ലതാണ്. പക്ഷെ അവഹേളനം സമ്മതിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ അടിയിൽ വരുന്ന അടുത്ത കമന്റ് എന്താണെന്ന് എനിക്കറിയാം. നീയല്ലേ മുഹമ്മദ് നബിയെ പറഞ്ഞത്? അതെ, മുഹമ്മദ് നബിയെ ആര് പറയുന്നതിനേക്കാൾ കൂടുതൽ വൾഗറായി ഞാനാണ് പറഞ്ഞത്. എന്തിനു പറഞ്ഞു? അങ്ങനെ പറഞ്ഞാലും അവർ ഒന്നും ചെയ്യില്ല. അവർ സമാധാനകാംക്ഷികളാണ്. എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് 4 വർഷം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് നിങ്ങളടുത്ത് വന്ന് സംസാരിച്ചത്. വെരി നെക്സ്റ്റ് മൊമെന്റ് ഞാൻ ചേഞ്ച് ആയിരുന്നെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഭയന്നു ചേഞ്ച് ആയിരുന്നു. 4 കൊല്ലം ഞാൻ ഭയപ്പെട്ടില്ല. എനിക്കറിയാം എൻ്റെ സഹോദരങ്ങൾ എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന്. ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്ന ഒരു വിഷയത്തിനെ എടുത്ത് വൾഗറായി ഞാൻ അവതരിപ്പിക്കേണ്ടി വന്നു. എനിക്ക് നിങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞ ഓരോ സമയത്തും. അത് എൻ്റെ സഹോദരങ്ങൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പൂർണ്ണമായും ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ മാപ്പും അപേക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ നോയമ്പ് നാളുകളിൽ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവർ പൊരുത്തപ്പെട്ട് തന്നിട്ടുമുണ്ട്. പിന്നെ ഞാൻ റബ്ബുമായിട്ടുള്ളതാണ്. എൻ്റെ കബറിലേക്ക് വേറൊരാൾ വരേണ്ട കാര്യമില്ല. എനിക്ക് അവിടെ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം. ഈ വിഷയം വേറെ മാനിപ്പുലേറ്റ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തികെട്ട രീതിയിൽ എന്നെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ നോക്കുകുത്തിയായി നിങ്ങൾ മൗനമായി നിൽക്കുന്നത് തന്നെയാണ് ഇവരുടെ ഇളക്കരം. ഒരാൾ മുൻപോട്ട് വരാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. ഈ കൂട്ടായ്മകൾ, സംഘി കൂട്ടായ്മകൾ, മലം TV, മറുനാടൻ തുടങ്ങിയ വൃത്തികെട്ട കൂട്ടായ്മകളെല്ലാം ചേർന്ന് എന്നെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മൗനമായി നിൽക്കുന്നെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അപജയം. മീഡിയ ഒന്നായിരുന്നാലും മാധ്യമമായിരുന്നാലും മനോരമയോ മാതൃഭൂമിയോ മറ്റ് ഏത് ചാനലുകളായിരുന്നാലും ഞാൻ കൃത്യമായ എവിഡൻസ് തരാം. ഈ മറുനാടൻ കള്ളത്തരമാണ് പ്രചരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഒരു വാർത്ത തന്നെ എടുത്തു നോക്കൂ. ഇതിൽ 1% പോലും സത്യമില്ല. കേസ് ആദ്യം കൊടുത്തത് ഞാൻ. എന്നെ മാനഹാനി നടത്തിയതിന് ഞാനാണ് കേസ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ചാനൽ ഇരുന്നു കൊണ്ട് ഈ അഭിസാരിക പറയുന്നുണ്ട് ഞാൻ ഒരു ചാരവനിതയാണെന്ന്. എന്റെ ഭർത്താവും എന്റെ കുട്ടികളും ഈ നാട്ടിലെ അല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം അവളുടെ ചേച്ചിയുടെ ഭർത്താവ് ഈ നാട്ടുകാരനല്ല, ബംഗ്ലാദേശിയാണ്.
അങ്ങനെയുള്ള അവനെ ഹിന്ദുവിനെ മുസ്ലിമാക്കി അവളെ ചേച്ചിയെ കെട്ടിച്ചു കൊടുത്ത് സലഫി സെന്ററിൽ ജോലിയും കൊടുത്ത വിഷസ്ത്രീയാണ് ഇവര്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവരുടെ ഏജന്റുമാരാണ് മിക്കവാറും സലഫി സെന്ററിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ബന്ധുക്കളെ ഒക്കെ തന്നെ നിരീക്ഷിക്കാൻ ഉത്തരവുണ്ടാകണം. ഇവരൊക്കെ തന്നെ ഈ നാട്ടിൽ കലാപം ഉണ്ടാകുമ്പോൾ നമ്മളെ വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന സായുധമായിരിക്കുന്ന ആൾക്കാരാണ് ഇവരുടെ ഓരോ ബന്ധുക്കളും. തിരുവനന്തപുരത്തുള്ള ഇവരുടെ ചേച്ചിയുടെ വീടുകളും ചേച്ചിമാരുടെ വീടുകൾ പരിശോധിക്കാൻ ഉത്തരവുണ്ടാകണം. ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കലാപം ഇവിടെ നടക്കും. അതിൽ ഇസ്ലാമിയർ കൊല്ലപ്പെടും. ആ കൊല്ലപ്പെടുന്നത് ഇവളുടെ ബന്ധുക്കളുടെ ആ വീട്ടിൽ നിന്നായിരിക്കും തുടക്കമുണ്ടാവുക. കാരണം ഇവൾ അതിന് കോപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട്. പാളയം ഇമാമിന്റെ ശ്രദ്ധയ്ക്കാണ്. നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന വിഷലിപ്തമായ കരങ്ങളെയാണ്. അവർ നിങ്ങളുടെ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത്. ഇസ്ലാം മറ്റ് മഹല്ല് കമ്മിറ്റികൾ മെനക്കെട്ട് പാളയം ഇമാമിന് കത്തെഴുതുക. ഈ സ്ത്രീയുടെ ബന്ധുക്കളെ ആ മഹല്ല് കമ്മിറ്റിയിൽ നിർത്തരുത്. മഹല്ല് കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ളവരുടെ ഇതിലേക്ക് പറയുന്നതാണ്, എപ്പോ വേണമെങ്കിലും അവിടെ ഒരു ബോംബ് പൊട്ടിത്തെറിക്കാം. ഇവൾ ബോംബ് കൊടുത്തുവിടും അവരുടെ സഹോദരങ്ങളുടെ കയ്യിൽ. അവരവിടെ ബോംബ് പൊട്ടിത്തെറിച്ച് നമ്മളുടെ സഹോദരങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. നിശ്ചയമായും ഇവിടെ ഒരു കലാപത്തിന് തൂണ്ടുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ചാനലും കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും അവയർനെസ് ഞാൻ തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. ദയവ് ചെയ്ത് എല്ലാ മഹല്ല് കമ്മിറ്റിക്കാരും ദയവ് ചെയ്ത് ബന്ധപ്പെടുക. ഞാൻ നമ്പർ ഇടുന്നു. അതിനകത്ത് ഞാൻ കൃത്യമായ എവിഡൻസ് നിങ്ങൾക്ക് പാസ് ചെയ്ത് തരാം. ഞാൻ പറഞ്ഞത് 1% പോലും 1% പോലും കളവല്ല. കൃത്യമായ എവിഡൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഞാൻ കണ്ടെത്തിയ രേഖകൾ ഏത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറുമാണ്. അത്രത്തോളം മോശപ്പെട്ട രീതിയിൽ നമ്മളെല്ലാം കൊല്ലപ്പെടാനുള്ള എല്ലാ അവസ്ഥയും നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് പബ്ലിക്കിൽ വന്ന് പറയുന്നത്. മറുനാടൻ TV നാളിതുവരെ പറഞ്ഞിരുന്ന മതേതരത്വമല്ല, അവൻ സംഘിയാണെന്നും സംഘികളുടെ ഇതിനു വേണ്ടി നിൽക്കുകയാണെന്നുള്ള തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. റിജു കാലിക്കട്ട് എന്ന് പറയുന്നവൻ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എസൻസ് ഗ്ലോബലിലാണ്. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത് വെറും ഒരു സംഘി കൂട്ടായ്മയാണെന്ന് ഇതിൽ പരം ഒരു എവിഡൻസ് എനിക്ക് വെക്കാനാവത്തില്ല. ഈ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എവിഡൻസ് ആയിട്ടുണ്ട്. അതേപോലെ ആരിഫ് ഹുസൈനെ പോലുള്ളവർ എന്തിനാണ് ഇസ്രായേലിൽ പോയത്? ഇസ്രായേലിൽ പോകുമ്പോൾ ഉണ്ടായ കൂട്ടായ്മയിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു? ആർക്കൊപ്പമാണ് ആരിഫ് ഹുസൈൻ ഉള്ളത്? എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആരിഫ് ഹുസൈനും ജാമിദയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതിന്റെയൊക്കെ ക്ലിയർ ഹിസ്റ്ററി എൻ്റെ കയ്യിൽ സേഫ് ആണ്. ആർക്ക് വേണമെങ്കിലും ഞാനത് ഹാൻഡ് ഓവർ ചെയ്യാം. ഒരു കാര്യം കൂടെ, ഞാൻ മരണപ്പെട്ടാൽ, എൻ്റെ മകൻ കൊല്ലപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് തെറ്റായി പോലും ധരിക്കേണ്ട. ക്ലൗഡിൽ സേവ് ചെയ്ത സാധനങ്ങൾ അപ്പോൾ എത്തിക്കേണ്ടവരിൽ അവർ എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അനാവശ്യമായ ചിന്തയും കൊണ്ട് ഇങ്ങോട്ട് തള്ളണ്ട എന്നേ ഉള്ളൂ. ഷെഫീന കടുകിട വ്യതിചരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന സ്ത്രീയല്ലെന്ന് നാളിതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വ്യക്തമാക്കിയത്. ഫിജോയെ താങ്ങുന്ന മുസ്ലിമുകളോടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്ത്രീയാണെന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ ചേർത്ത് നിർത്തിയ ഈ സ്ത്രീ നിങ്ങളുടെ സമുദായത്തിനെ കൊല്ലാനുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് മറന്നു പോകണ്ട. ഇത്രയും മാത്രം പറയുന്നു. ബാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനിക്കാം. കൂടെ ഒരു കാര്യം, എന്നെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് പേര് സഹകരിച്ചു, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീണ്ടും ഈ ഇൻവെസ്റ്റിഗേഷനുമായി